പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. എന്താണ് കാണുന്നത്? താഴെ ആൾക്കാർ ഫുൾ കളിക്കുന്നതാണ്, ഹോലി കളിക്കുന്നത്. ഹോലി എല്ലാം കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു ഇവിടുത്തെ സെക്കൻഡ് ഹോലി എന്ന് പറഞ്ഞാൽ ഗംഗാമേള. അതായത് ലാസ്റ്റ് ഹോലിയുടെ കാൺപൂർ മാത്രമാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്നോടെ ഹോലി കഴിയും എന്നുള്ളതാണ്. ഇത് 1942 നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഈ ഹോലി സെലിബ്രേറ്റ് ചെയ്ത് കാൺപൂർ നമ്മുടെ ദേശീയ പതാക ഹോയിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഓർമ്മയിലാണ് ഇപ്പോഴും ഈ ഹോലി സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ കാൺപൂർ. അപ്പം ഇതൊരു മെയിൻ ഒരു മാർക്കറ്റാണ് കേട്ടോ കാൺപൂർ. അതായത് സൺഡേ പോലും തുറക്കുന്ന ഒരു മാർക്കറ്റാണ്. പക്ഷെങ്കിൽ ഇന്ന് കണ്ടോ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കട തുറന്നിട്ടുണ്ടോ, എങ്ങനെയാണ് ഗംഗാമേലയിൽ ഇവിടെയൊക്കെ. എവിടെ നമ്മുടെ സിറ്റി സൈഡിലോട്ടൊന്നും അത്രയും സെലിബ്രേഷൻസ് ഇല്ല, വില്ലേജ് ഏരിയയിലാണ് കൂടുതൽ. എന്നാലും ചില പഴയ കാൺപൂരിലൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിച്ചത്. ഫുൾ കളറായിരിക്കും കേട്ടോ. ഹോലി പോലെ തന്നെ ഹോലിയേക്കാളും കൂടുതലായിട്ടുള്ള ഒരു കളിയാണ് ഗംഗാമേലയ്ക്ക്. അതുകൊണ്ടെല്ലാം ജിം പോലും എല്ലാം അടച്ചായിരുന്നു ഇന്ന് ഉച്ച വരെ. ഉച്ച കഴിയുമ്പോൾ എല്ലാം ഓപ്പൺ ആകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മാർക്കറ്റിൽ കൂടെ നടന്നപ്പോൾ എനിക്ക് തോന്നി ഈ ഫ്രാഞ്ചൈസീസ് ഇല്ലേ, ബാറ്റ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം എനിക്കൊരു വീട്ടിലിടുന്ന ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു, മോനൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയത് ബാറ്റ തുറന്നിട്ടുണ്ടെങ്കിൽ ബാറ്റയിൽ കയറി. ഇതൊരു ഉച്ച സമയമാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2 മണി 1:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി ഒരു നല്ലൊരു മാർക്കറ്റാണ് കേട്ടോ, ഗുംട്ടി എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു മാർക്കറ്റ് ടൂർ പിന്നെ ഞാൻ കാണിക്കാം കേട്ടോ. ഇഷ്ടംപോലെ കടകളുള്ള നല്ല സ്ട്രീറ്റ് ഷോപ്പിംഗ്, സ്ട്രീറ്റല്ല നല്ല ഷോപ്പിംഗ് സ്ട്രീറ്റാണിത്. അപ്പം അതായത് എല്ലാ സൺഡേ ഒക്കെ ഓപ്പൺ ആണിത്. അപ്പോൾ ആ മാർക്കറ്റ് ഒരു ദിവസം നമുക്ക് വിസിറ്റ് ചെയ്യും. ഇന്ന് ഞാൻ ജസ്റ്റ് വന്നപ്പോൾ കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാൺപൂർ ഏറ്റവും ഫേമസ് ആയിട്ട് കിട്ടുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ലെതറാണ് കേട്ടോ മെയിനായിട്ട്. നമ്മുടെ പേഴ്സ്, ബാഗ്, പിന്നെ ബെൽറ്റ്, അതായത് പ്യുവർ ലെതർ ഇൻഡസ്ട്രീസ് ഇഷ്ടം പോലെ ഉണ്ട് കാൺപൂർ. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ലെതർ ചെരുപ്പുകൾ, ലെതർ ബാഗുകളൊക്കെ നല്ല പ്യുവർ, നല്ല അതിനുവേണ്ടി വേറെ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട് കേട്ടോ. ആ ഏരിയയിൽ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കാം. നമ്മൾ കറക്റ്റ് ഈ വലിയ വലിയ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഈ നമ്മൾ ബാഗ്സ് വാങ്ങിക്കത്തില്ല, അതിൻ്റെയൊക്കെ കറക്റ്റ് അതുപോലെയുള്ള പ്യുവർ ലെതറിലുള്ള സാധനങ്ങൾ കിട്ടും. നമ്മുടെ അതിൻ്റെയൊക്കെ ആ പ്രൈസിൻ്റെയൊക്കെ പകുതി പോലത്തെ പ്രൈസിന് കിട്ടും. അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ഫുൾ ഇങ്ങനെ ലെതറിൻ്റെ ഗുഡ്സ്. അവിടെ നമുക്ക് ഒരു ദിവസം വീഡിയോ ചെയ്യാമേ. ഇതിപ്പം നമ്മൾ ബാറ്റയിൽ വന്നിട്ട് കേട്ടോ. അപ്പോൾ ബാറ്റയിൽ എല്ലാ ബാറ്റിലും ഉണ്ടെന്ന് എനിക്കത്ര 50% സെയിൽ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണയായിട്ട് ഈ കംഫർട്ടബിൾ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന വീട്ടിലെ സ്ലിപ്പേഴ്സൊക്കെ ഇല്ല, അതൊക്കെ ബാറ്റ മാത്രമാണ്. അത് ബാറ്റയിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ലിപ്പർ ഉണ്ട് കേട്ടോ. അത് മാത്രമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്കതാണ് ഏറ്റവും കാലിന് നല്ല സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പുതിയതൊക്കെ നോക്കിയതാണ്. ഒത്തിരി എണ്ണത്തിന് നല്ല വിലക്കുറവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഇവിടുത്തെ ബാറ്റയിൽ ആണുങ്ങളുടെ സെക്ഷൻ, മുകളിൽ ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വാങ്ങിയത് 560 റുപ്പീസേ ഉള്ളൂ. 1000 രൂപയുടെ ചെരുപ്പിന് 560 റുപ്പീസേ ഉള്ളൂ. പക്ഷേങ്കിൽ കാലിലിട്ടപ്പോൾ അതിൻ്റെ സൈസില്ല. ഇതാണല്ലോ കുഴപ്പം സെയിലിന്. ഈ ചെരുപ്പൊക്കെ നമുക്ക് കുറേ ഞാനൊക്കെ ഉപയോഗിച്ച ചെരുപ്പുകളാണ് കേട്ടോ. ഈ ടൈപ്പ് മിക്കവാറും എല്ലാ കളറും ഉണ്ട്, ഡ്രസ്സിൻ്റെ കൂടെയും ചേരും. ഇതൊക്കെ എൻ്റെ ഭയങ്കര എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ ഈ ചെരുപ്പായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. പിന്നെ ട്രെൻഡിങ് നൗ ഇതൊന്നും സെയിലല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴും ഇങ്ങനത്തെ ഷൂസ് ചൂടായിട്ടും ആൾക്കാർ ഇടുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതാണ്, ഫ്ലാറ്റ് ഹീൽസ് ആണ്, നല്ല ബ്ലൂ കളർ, നല്ല രസമുണ്ട്. അതിൻ്റെ തന്നെ മെറൂൺ കളറും ഉണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ നേരം ഇട്ട് കഴിയുമ്പോൾ ഇത് പൊട്ടും, കാലിൻ്റെ സൈഡ്. ഇത് എൻ്റെ കയ്യിലുണ്ട് ഈ ചെരുപ്പ് ഇപ്പോൾ കാണിച്ചത്. കാലിൻ്റെ സൈഡ് പൊട്ടുന്നുണ്ട് എൻ്റെ. അതുകൊണ്ട് എനിക്കതത്ര ഇഷ്ടപ്പെട്ടു. ഈ ചെരുപ്പും ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ലതാണ്. പിന്നെ ഈ ഒരു വേറെ ഒരു ടൈപ്പ് ഈ ചെരുപ്പുകൾ താഴെ ഇരിക്കുന്ന ചെരുപ്പ് കണ്ടോ, അത് നല്ലതാണ്. അത് നമ്മൾ ഈ കാലിൻ്റെ പുറകുവശവും കൂടെ കവർ ആയതുകൊണ്ട് നമ്മുടെ പുറകുവശം കാലിൻ്റെ പൊട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിന് 2 കളറുണ്ട്. വേറൊരു കളറൂടെ ഉണ്ട്, ഒരു നല്ലൊരു ബ്രൗണിഷ് കളർ. അത് ചോദിച്ചപ്പോൾ ഇല്ല, അതെനിക്ക് വാങ്ങിക്കണം. എന്തായാലും ഞാൻ ചൂടത്ത് അത് ഉപയോഗിക്കും കേട്ടോ. കാരണം നമ്മുടെ കാല് കവറായിട്ട് കിടക്കുകയും ചെയ്യും, എയർ പാസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഏറ്റവും നല്ല നമ്മുടെ കാലിൻ്റെ പുറകിൽ ഈ ക്രാക്സ് വരത്തില്ല, വിണ്ട് കയറുന്നത്, അത് വരത്തില്ല കേട്ടോ ഈ ടൈപ്പ് ചെരുപ്പ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും കേട്ടോ. ആ ടൈപ്പ് ചെരുപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ കാല് നല്ല ഭംഗിയായിട്ട് വൃത്തിക്കും ഇരിക്കും കേട്ടോ. ഇപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ കോട്ടൺ സോക്സ് ഉപയോഗിക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ കാല് ഭയങ്കരമായിട്ട് വൃത്തികേടാവുമല്ലോ. പിന്നെ നമ്മുടെ ഇവിടെ ഭയങ്കര പൊടിയാണ്ട് വൃത്തികേടാവും. അപ്പോൾ അങ്ങനെ ബാറ്റയിലൂടെ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇതെല്ലാം നമ്മളെ സ്ലിപ്പേഴ്സാണ് കേട്ടോ. അപ്പം ഞാൻ കാണിക്കാം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ലിപ്പേഴ്സ് ഉണ്ട്. ഈ പച്ചയില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല കംഫർട്ടബിളാണ്. വേറെ എപ്പോഴും ഞാൻ വാങ്ങിക്കുന്നതാണ് ഈ ബ്ലാക്ക് കിടക്കുന്നതുണ്ടോ, ഈ ബ്ലാക്ക്. ഇതിൻ്റെ പല കളറാണ് ഞാൻ മെയിനായിട്ട്
എപ്പോഴും വാങ്ങിക്കാറ് കേട്ടോ. ഇതിൻ്റെ ബ്രൗൺ വരും, ഗ്രീൻ വരും, സിൽവർ കളർ വരും, അങ്ങനെ എല്ലാ കളറും ഞാൻ വാങ്ങിക്കും. പിന്നെ ഈ ബ്ലൂ ആ പച്ച ഞാൻ കാണിച്ചില്ല, അതിൻ്റെ തന്നെ ബ്ലൂ, ഇതും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതിന് 1200 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് ഈ ചെരുപ്പിന്. പക്ഷേ നല്ല ബാത്റൂം സ്ലിപ്പറാണ് ഇത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ്. ഇന്ന് ഇത് തന്നെയാണ് കേട്ടോ, ഇതുപോലത്തെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു കളറ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇത്. ഈ കളർ ഞാൻ വാങ്ങിച്ചിട്ട് എപ്പോഴും ഞാൻ ബ്ലാക്കാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു കുട്ടിയുണ്ട്, ആ കുട്ടി എൻ്റെ അടുത്ത് പറയണം, അവളെനിക്ക് ശരിക്കും പറയാം, ഞാൻ എപ്പോഴും സ്ലിപ്പേഴ്സ് വാങ്ങിക്കുന്ന ഓടി അവിടെ ചെല്ലുമല്ലോ, ഞങ്ങളുടെ അടുത്താണ് ഈ മാർക്കറ്റ്. അപ്പം അവൾ പറയാം, ചേച്ചി എന്നും ഇതല്ലേ, ബ്ലാക്ക് അല്ലേ, ബ്രൗൺ അല്ലേ, വേറെ ഒരു കളറും കൂടെ ട്രൈ ചെയ്യുക. പക്ഷേ ബ്ലാക്ക് കാണുമ്പോൾ എനിക്കത് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്ന് ചേച്ചി ഞാൻ പറയുന്ന കേക്ക് വേറൊരു കളർ ട്രൈ ചെയ്യാൻ പറഞ്ഞ് അവൾ വേറെ കളറെല്ലാം എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പം ഇത് നല്ലൊരു കംഫർട്ടാണ് കേട്ടോ, നമ്മൾ ഇട്ടുകൊണ്ട് മഴയത്തും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ബാറ്റിൽ ഇത് നിങ്ങൾ വാങ്ങിച്ചാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇത് 800-ൻ്റെ ഇത് 800 to 1000, അതായത് ബ്ലാക്കിന് 800 ആണ്. പിന്നെ ഇപ്പം ഞാൻ എടുക്കുന്ന ഈ പിങ്കിൽ ഇത് 999 ആണ്. അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് 1000 അണ്ടറിൽ 800-നും 1000-നും ഇടയ്ക്കാണ് ഇതിൻ്റെ കളർ. ഞാൻ പറയുന്നത് ഈ ചെരുപ്പ് ഒന്ന് വാങ്ങിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതേ വാങ്ങിക്കത്തുള്ളൂ. അതുപോലെ നല്ല സുഖമാണ് കേട്ടോ, നല്ല സുഖമുള്ള ചെരുപ്പ്. നമ്മുടെ ബർക്കിൻ സ്റ്റോക്കിൻ്റെ ചെരുപ്പൊക്കെ ഇല്ല, അത് നമ്മൾ നല്ല കോസ്റ്റ്ലി ആണല്ലോ, അത് നമ്മൾ വെളിയിൽ പോകാൻ ആ ഒരു കംഫർട്ട് ഈ ഒരു 1000 രൂപയ്ക്ക് ഇത് കിട്ടും കേട്ടോ. അപ്പം ഇത് വീട്ടിൽ കൂടെ ഇടാനായിട്ട് നല്ല ചെരുപ്പാണ്. അപ്പം ഞാനിങ്ങനെ പിന്നെ ആ ബ്ലാക്ക് തന്നെ ഇടും. പിന്നെയും അവസാനം ഞാൻ ആ പീച്ച് കളർ തന്നെയാണ് കേട്ടോ. ആ കുട്ടി പറഞ്ഞു ഇതൊന്ന് വാങ്ങിച്ച് നോക്ക്, ഞാൻ പറയുന്ന കേക്ക് ഇതൊന്ന് വാങ്ങിച്ച് നോക്കെന്ന് പറഞ്ഞിട്ട് അവൾ നിർബന്ധിച്ചെടുത്ത് തരണം. പീച്ച് കളർ തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ, അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അത് ഞാൻ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ കുറേ വേറെ ചെരുപ്പുകൾ, എനിക്ക് ആ ബ്ലൂവും കൂടെ ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഗ്രീൻ അത് നല്ല കംഫർട്ടബിൾ. അത് 1200 റുപ്പീസാണ് അതിന് ആ റേഞ്ച്. അത് രണ്ട് ബ്ലൂവും ബ്ലാക്ക് ഇല്ലായിരുന്നു, ബ്ലൂവും ഗ്രീനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ ചെരുപ്പുകളും നിരത്തിയിട്ട് അപ്പം ഞാനും രാജേഷേട്ടൻ അപ്പോൾ താഴെ ചെരുപ്പ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. മോന് ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ താഴെ ചെരുപ്പ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ് വീഡിയോ എടുത്തതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ചിലരാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ പറയുമല്ലോ വീഡിയോ എടുക്കണ്ടെന്ന്. അപ്പോൾ ഞാനിന്ന് ഗംഗാമലയായിട്ട് ഒരു മാർക്കറ്റും തുറന്നിട്ടില്ല, ജസ്റ്റ് ഒരു ചുമ്മാ ഒന്ന് കറങ്ങാൻ എന്തെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് മാത്രം വാങ്ങിക്കാൻ, വേറെ ഒന്നും നമുക്ക് മിനിമലിസം ആണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലിടുന്ന ചെരുപ്പ് പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ചെരുപ്പ് വാങ്ങിക്കുന്നത് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഫെയറിന് പോയപ്പോൾ അവിടെ ചെരുപ്പ് പൊട്ടിയത് കൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു അങ്ങനെ. അപ്പം ഈ ഒരു ചെരുപ്പ് ഞാൻ എടുത്തു. ബാക്കിയെല്ലാം ഇങ്ങനെ നോക്കി എന്നാലും നമ്മൾ വന്നതല്ലേ എന്ന് പറഞ്ഞ് വേറെയും കൂടെ നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഈ ഗ്രീനും കുഴപ്പമില്ല. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു നന്നായിട്ട് തോന്നിയത് അതാണ് കേട്ടോ, എന്താ പറയുക, നമ്മുടെ പീച്ച് കളറാണ്. അങ്ങനെ അതായത് ഇവരും 12 മണി ആയപ്പോഴെങ്ങാണ്ട് ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഈ കട. എനിക്ക് ബാക്കി കളറും ചിലപ്പോൾ ഉച്ച കഴിയുമ്പോൾ എല്ലാം ഓപ്പൺ ആവുമായിരിക്കും. ഞാൻ പറഞ്ഞ ഗ്രീനും ബ്ലൂവും കിടക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ ഭയങ്കര മൾട്ടി കളേഴ്സിൽ ചെരുപ്പുണ്ട് കേട്ടോ. അതിൻ്റെ യെല്ലോ ഉണ്ട്, അല്ല ഇച്ചിരി ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഈ ക്വാളിറ്റിയിലുള്ളത് ബ്ലൂവും ഗ്രീനും മാത്രമായിരുന്നു. അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ ആ ചെരുപ്പ് എടുക്കണോ ഈ ചെരുപ്പ് എടുക്കണോ, ആ ചെരുപ്പ് എടുക്കണോ ഈ ചെരുപ്പ് എടുക്കണോ. അവസാനം ഞാൻ ആ പീച്ച് കളർ ചെരുപ്പ് മാത്രം എടുത്തോട്ടെ. ഇത് നല്ലതാണ്, നിങ്ങൾ ഇതും വേണമെങ്കിൽ ട്രൈ ചെയ്തോ. 1200 റുപ്പീസിൻ്റെ ബാറ്റയിലുള്ള ആ കളർ കേട്ടോ. ബാറ്റയിലെ ഈ 2 ചെരുപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയും. നല്ല ചെരുപ്പാണ്, ഏറ്റവും കംഫർട്ടബിൾ. നമ്മൾ പ്രായമായവർക്കാണെങ്കിലും സ്ലിപ്പ് ആവത്തില്ല. അങ്ങനെ ഒക്കെ ഭയങ്കര നാണം വരുവാണ്. ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും എടുത്തോ എവിടെയാന്നൊക്കെ ചോദിച്ച് നല്ലൊരു കൊച്ചു പാവം. അത് ജസ്റ്റ് വന്നേ ഉള്ളത്. അപ്പം അതിൻ്റെ താഴെ അവർ പറഞ്ഞു ഇത്ര ലേറ്റ് ആയെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പിടിച്ചു. എന്നിട്ട് അത് ചിരിച്ചോണ്ട് നിൽക്കുക. പിന്നെ അവൾ പറഞ്ഞതേക്കോ ചേച്ചി താഴെ നല്ല ബാഗ്സ് വന്നിട്ടുണ്ട്, എല്ലാം 50% ആണ്. ബാഗിനെല്ലാം ഓഫറാണ്, ചേച്ചിയുടെ വ്ളോഗിൽ ഇട്ടേക്ക്. ഞാൻ പറഞ്ഞു മോളെ ഈ വ്ളോഗ് മലയാളമാണ്, ഇവിടുത്തെ ആൾക്കാരധികം കാണുന്ന വ്ളോഗല്ല ഇത്, എന്നാലും ഇന്ന് എടുത്തോ എന്ന് പറഞ്ഞാൽ എല്ലാ ബാറ്റിലും കാണും കേട്ടോ സെയിൽ. അങ്ങനെ എല്ലാം 50% ആണ് കേട്ടോ. ഏതെടുത്താലും 50% കുറേ ഉണ്ട് കേട്ടോ. ഇപ്പം പിന്നെ ട്രെൻഡിങ് ആണല്ലോ സ്ലിംഗ് ബാഗ്സ്, അതിൻ്റെ എല്ലാം കുറേ കളക്ഷൻ ഉണ്ട്. ഈ നമ്മുടെ ഈ വേറെ ഹൈ ഡിസൈൻ അല്ലെങ്കിൽ നമ്മുടെ ഗൂച്ചി മീൻസ് ഇതൊക്കെ ഇല്ലേ, നമ്മുടെ എന്താ പറയുന്നത് MKയുടെ ബാഗ്, അതിൻ്റെയൊക്കെ കോപ്പി പോലത്തെ ബാഗ്സാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ കുട്ടി പറയുകയാണ് മലയാളത്തിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഓർത്ത് അപ്പുറത്തെ മാർക്കറ്റിൽ എനിക്ക് ഫ്രിഡ്ജിലെ ബോട്ടിൽ, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെല്ലാം മാറ്റിയിട്ട് അതായത് ഗ്ലാസിൻ്റെ ബോട്ടിൽസും സ്റ്റീലിൻ്റെ ആക്കാൻ പോകണം കേട്ടോ. പ്ലാസ്റ്റിക് ഉപയോഗം തീർച്ചയായിട്ടും നമ്മൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം കുറയ്ക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം ഫ്രിഡ്ജിൻ്റെ ബോട്ടിൽസ് എല്ലാം മാറ്റാമെന്ന് വെച്ചു. എന്നെക്കാളും നിർബന്ധം രാജേഷനാണ് കേട്ടോ നോക്കാം. അപ്പം ഞങ്ങളുടെ സ്ഥിരം പോകുന്ന ക്രോക്കറി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നോക്കിയപ്പോൾ അത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽസ് നോക്കുവാണേ. स्टील का भी आता होगा ना फ्रिज में रखने के लिए, दिखाइए छोटा करने का। ताला कुഴപ്പമില്ല.
लाइट वेट है ये तो। कितने ml का है ये 900 ml की है। कितने का 170 170 रुपये का। अब ये 315 का, ये 300 का। ये हमको ना डर लगता है एक में गिर गया तो बस हो गया काम। गिरेगा दो ये ले लो। नहीं इसमें और साइज है, मतलब वो छोटा वाला वो नहीं, धोने के लिए यही सही है, अच्छा है लगा। इसको फ्रीजर में नहीं लगाई जाती है। फ्रीजर में नहीं, फ्रिज में तो लगा सकते हैं। नहीं ये स्टेनलेस स्टील है। दोनों ये भी तो नहीं लगा सकते फ्रीजर में। ये भी नहीं लगाई थी, ये भी नहीं लगाई थी। नीचे से तल्ला फूल जाएगा, ये टूट जाएगी। ये सिर्फ आप फ्रिज में ड्रोर में लगाइए। नहीं ये स्टेनलेस स्टील है और ऐसे फॉरएवर लाइफ। इसका कौन सा कंपनी है ये? चकमक का। डबलिन का है लेकिन अच्छा है। इसका वो जो छोटा वाला दिखाओ, ये वो छोटा हो जाएगा ना। कितना मतलब 500? ये कितना 500 ml नहीं, ये आपकी है 350 ml की। ये तो दवाई पीने की दवाई से लोग लेते हैं जूस के बोतल। हाँ सबके लिए जूस का बोतल। हाँ जी नहीं ये मट्टे टाइप ये वाला मेरे पास। ये वाला बोतल नहीं है, वो दिखाओ। 99 4 गौरव दो, अभी किनारे रखे थे तुमने ये वाला। तो प्लेन है। नहीं तेरा तो नहीं ऐसे नहीं, ऐसे नहीं खोलते। कैसे और दूसरे कैसे खोलते हैं ये? दिबड़न दिबड़न दिबड़न। कौन सा है ज़्यादा वो है फ्रिज में रखने के लिए? तीनों बेस्ट है। അങ്ങനെ ഇങ്ങനത്തെ വലിയ 2 ക്ലിപ്പ് വാങ്ങിക്കണം. പിന്നെ ഈ രണ്ട് ബോട്ടിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഈ ബ്ലൂവും ഈ ഗോൾഡൻ കളറും കൂടെ ഗ്ലാസിൻ്റെ ബോട്ടിൽ. എനിക്ക് 325 റുപ്പീസാണ്, അത് 280 ആണ് നിറത്തിൽ നോക്കിയിട്ട് പറയാം ഈച്ച് ഓരോന്നിനും കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഒരു സ്റ്റീലിൻ്റെ ഒരു ചോറ് വാർക്കുന്ന സാധനം വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ആ കടയിൽ കൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നല്ല നല്ല സാധനങ്ങളൊക്കെ. അപ്പോഴത്തേനും ഈ സ്റ്റീൽ പാത്രമൊക്കെ നോക്കാൻ നല്ല രസമാണ് കേട്ടോ. പുതിയത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പക്ഷേ രാജേഷ് എനിക്ക് വിശക്കുന്നു, പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളപ്പോൾ 2 മണിയായെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമ്മളിപ്പോൾ പുറത്തുനിന്നൊന്നും കഴിക്കത്തില്ലല്ലോ. എൻ്റെ മിനിമലിസം കാരണം ഇവരും കഴിക്കത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ജ്യൂസ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു മഗ് വാങ്ങിക്കണം, എൻ്റെ എല്ലാം പോയി. അപ്പോൾ ഇപ്പോൾ എടുത്ത മഗ്ഗില്ല, അത് രാജേഷയുടെ അത് ബിയർ ഗ്ലാസ് പോലെ ഇരിക്കുന്നു, ഒത്തിരി ക്വാണ്ടിറ്റിയാണ്. അപ്പം ഇത് നോക്കിയപ്പോൾ സിമ്പിൾ. പിന്നെ ഞാൻ ഇതങ്ങ് വാങ്ങിച്ചു കേട്ടോ. ഇതാണ് ജ്യൂസ് എടുക്കുന്നത്. ഇത് 85 രൂപ ഒരു ഗ്ലാസ്സിന് അങ്ങനത്തെ 6 വാങ്ങിച്ചു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ. സ്റ്റീലിൻ്റെ ബോട്ടിൽ ഇതാണ്. പിന്നെ 2 കുപ്പിയുടെ ഗോൾഡൻ കളർ തരാൻ പറഞ്ഞിട്ട് അവർ തന്നപ്പോൾ 2ഉം ബ്ലൂ കളറായിപ്പോയി കേട്ടോ. 2 കുപ്പിയുടെ ബോട്ടിൽ, പിന്നെ ഈ 6 ഗ്ലാസ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചോറ് വാർക്കുന്ന സാധനം. പിന്നെ അവരൊരു ഫോർക്ക് നല്ലതെന്ന് ലാസ്റ്റ് പോരാൻ നേരം അവരെടുത്ത് കൈ പിടിപ്പിച്ചിട്ട് നല്ല ഫോർക്കാന്ന് പറഞ്ഞിട്ട് നല്ല ഫോർക്കിൻ്റെ സെറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 400 രൂപയ്ക്ക് ഒരു ഫോർക്കിൻ്റെ സെറ്റ്. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. പിന്നെ ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ, നമ്മുടെ ഗംഗാമേലയെ പറ്റി ഒന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതാണ് കാൺപൂർ മാത്രം നടക്കുന്നതാണ് ഗംഗാമേല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങളൊന്നും കൂടെ കണ്ടു നോക്കിയോട്ടോ. നല്ല എന്തായിരിക്കും ആ ഭാഗത്തൊക്കെ പോയി. ഇത് ഞാനെടുത്ത വീഡിയോ അല്ല കേട്ടോ. എനിക്കൊരു വീഡിയോ ഒരു ആളെടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊരു മെയിൻ മാർക്കറ്റാണ് കേട്ടോ. ആ മാർക്കറ്റിൻ്റെ താഴെയുള്ള കടകളെല്ലാം അടച്ചിട്ടേക്കുള്ളൂ. അവിടെയുള്ള ഹോലി കളിക്കുന്നതാണ്. ഭയങ്കരമായിട്ടാണ് കളിക്കുന്നത്, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പം ഇതോടെ ഈ വർഷത്തെ ഹോലി സെലിബ്രേഷൻ മുഴുവനായിട്ടും തീരുകയാണ് കേട്ടോ. ഇതാണ് ഉത്തർപ്രദേശിലെ സ്പെഷ്യലി കാൺപൂരിലെ ഗംഗാമേല എന്നാണ് ഇതിന് പറയുന്നത്. അത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.